ഹലോ, എല്ലാവർക്കും ഗുഡ് നൈറ്റ് പറയാൻ വേണ്ടി വിളിച്ചതാണ്. അപ്പോൾ ഞങ്ങളങ്ങനെ ഒരു സിനിമയ്ക്കുള്ള യാത്രയിലാണ്. ഇപ്പോൾ നമ്മുടെ ദുർഗൽ സമയം ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് കാണാനുള്ള പരിപാടിക്കാണ്. അന്ന് മുഴുവൻ യാത്രയായിരുന്നു. സൺഡേ ആയതുകൊണ്ട് നവംബർ 10 സൺഡേ രാവിലെ കൊടുങ്ങല്ലൂരായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി സിനിമയ്ക്കുള്ള യാത്രയ്ക്ക് തയ്യാറെടുപ്പ്. ഇരുട്ടാണ്, വെളിച്ചത്തിലേക്ക് നിൽക്കണം. അതൊരാൾ ഓക്കെ. ഇനിയിപ്പോൾ ഇങ്ങനെ ഓരോരാളായിട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ നമുക്ക് ആടെ എത്തിയിട്ട് ബാക്കി കാണാം. റെഡി. അപ്പോൾ അങ്ങനെ ഞങ്ങൾ സിനിമയ്ക്കുള്ള യാത്രയിലാണ്. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് മെയിൻ റോഡിൽ കൂടെ യാത്ര അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രാത്രിയാണ്, സെക്കൻഡ് ഷോനാണ് പോകുന്നത്. പാലക്കാട് തന്നെ കോട്ടായി രമ്യയുടെ പഴയ പേരുണ്ടായിരുന്നു. ഇപ്പോൾ അത് ആവിഷ്കാർ മൂവീസാണ് പേര് മാറിയത്. അതായത് 2ാം സ്ഥാനമൊക്കെയാണ്. സൗണ്ട് എഫക്റ്റും അതേമാതിരി തന്നെ ക്വാളിറ്റി, സിനിമ ക്വാളിറ്റിയൊക്കെ അടിപൊളി സെറ്റപ്പാണ്. അപ്പോൾ ഇത് ഓടന്നൂർ പാലമാണ്. ഓടന്നൂർ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, പാലക്കാടിലെ പറളി ഓടന്നൂർ പോകുന്ന പാലമാണ്. ഒരു മഴ വന്നാൽ കുറച്ച് വെള്ളം കയറിയാൽ പാലം മുങ്ങുന്നൊരു സ്ഥലം കൂടിയാണ്. പിന്നെ മേൽപ്പാലം ഇല്ലാത്തതുകൊണ്ട് പതിപ്പാലം അടച്ചു എന്നൊക്കെ പണ്ട് പേപ്പറിലും ടി വിയിലൊക്കെ നമുക്ക് ന്യൂസ് വരുന്ന ഒരു സ്ഥലമാണ് ഇത്. അങ്ങനെ ഞങ്ങൾ പാലം കയറി യാത്ര തുടർന്നാണ്. അപ്പോൾ ഒരുപാട് ആൾക്കാർ മൂവി കാണാനും അതുപോലെ ഒരുപാട് ആൾക്കാരും പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മുടെ ആവിഷ്കാർ മൂവീസിൻ്റെ അവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഏകദേശം ഈ ഒരു തിരിവും കൂടി കഴിഞ്ഞാൽ അവിടെ എത്തി. നമ്മൾ പാലക്കാട് ഹൈവേന്ന് പറളിയിൽ നിന്ന് തിരിഞ്ഞ് ഓടന്നൂർ വന്നിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതോ നമ്മുടെ ആവിഷ്കാർ മൂവീസ് എത്തിയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അത് നല്ലൊരു മോഡൽ. ഇപ്പോൾ അതിന് വർക്ക് ചെയ്തിട്ടൊക്കെ പുതിയ മോഡലാക്കി ചെയ്തിട്ടുണ്ട്. കാരണം അത്രയും ക്ലാരിറ്റി, അതുപോലെ തന്നെ സൗണ്ട് എഫക്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ അവിടേക്ക് പോകുമ്പോൾ തന്നെ ആ ഒരു ഫീലിംഗ് ആണ് അല്ലേ. ആവിഷ്കാർ സിനിമാസ് എന്നൊക്കെ എഴുതിയിട്ട് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അവിടെ നിർത്തിയിട്ട് നമ്മൾ വീട്ടുകാരുണ്ടായിരുന്നു. അപ്പോൾ അവരെ ഇറക്കിയിട്ട് ഇനി നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ പോകണം. അപ്പോൾ നമ്മൾ പാർക്കിംഗ് ബാക്കിലാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് സെക്യൂരിറ്റിക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ നിർത്താൻ പറ്റില്ല, നമ്മൾ ബാക്കിൽ കൊണ്ട് പാർക്ക് ചെയ്യണമെന്ന്. അപ്പോൾ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ഓൾറെഡി അവിടെ മൂവി ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആൾക്ക് അവിടെ അവരെ വിട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ വണ്ടികളെല്ലാം ഉണ്ട്. അത് കാരണം നമുക്ക് പാർക്കിംഗ് കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നാലും നമുക്ക് ഏറ്റവും ബാക്കിൽ പോയിട്ട് പാർക്ക് ചെയ്യണം. കാരണം ഈ വണ്ടികളൊക്കെ പോയാൽ നെക്സ്റ്റ് നമ്മൾ അടുത്ത മൂവിയിലേക്കുള്ള വണ്ടികൾ വരുമ്പോൾ അവിടെ പാർക്ക് ചെയ്യാൻ പറ്റും. ഞങ്ങൾ കുറച്ച് നേരത്തെ എത്തി, ഒരു അരമണിക്കൂർ മുമ്പ് എത്തി. നമുക്ക് വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കാം, അല്ലെങ്കിൽ ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളങ്ങനെ പോയിട്ട് ഒരു സൈഡ് ബൈക്കുകൾ നിർത്തിയിട്ടുണ്ട്, അതുപോലെ തന്നെ മറ്റേ സൈഡ് നമുക്ക് കാറുകളുണ്ട്. അങ്ങനെ നമ്മൾ ലാസ്റ്റിലേക്കാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്, പാർക്കിംഗ് സൗകര്യം കിട്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് കൊണ്ട് പാർക്ക് ചെയ്യണം. അങ്ങനെ പാർക്ക് ചെയ്യാൻ പോകുമ്പോൾ അവിടെ ഫോട്ടോഷൂട്ട് നടക്കുന്നുണ്ടായിരുന്നു, കണ്ടില്ലേ. അവർ ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അങ്ങനെ ഒരു എൻജോയ്മെൻ്റാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ മൂവിക്ക് വരുമ്പോൾ ഫാമിലിയായിട്ട് വരുന്ന സമയത്ത് ആ ഒരു ഇതും ഫീലിങ്ങും അതേമാതിരി തന്നെ അങ്ങനെ ഒരു നല്ലൊരു എൻജോയ്മെൻറ്റ് മൂഡാണ് അവിടെ ഉള്ളത്. നമ്മളങ്ങനെ അവിടെ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ടിക്കറ്റൊക്കെ ഒന്ന് എടുത്തിട്ട് ബാക്കിയുള്ളത് നമുക്ക് കാണിച്ചിടാം. ഓക്കെ, ഞാൻ കേട്ടേക്കാം. അങ്ങനെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് അതിൻ്റെ ഫ്രണ്ടിലോട്ട് പോകണം. ഇനി പോയിട്ട് വേണം, ടിക്കറ്റ് ഓൾറെഡി ബുക്കിംഗ് ആണ്, ഓൺലൈൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണിച്ച് നമുക്ക് ടിക്കറ്റ് വാങ്ങിക്കണം. അപ്പോൾ പോകുന്ന വഴിയിൽ നമ്മുടെ സൈഡ്, അതായത് മൂവിയുടെ സൈഡ് ചുമരിൽ ഒരുപാട് ഫോട്ടോസുകൾ വരച്ചിട്ടുണ്ട്. അതേമാതിരി നമ്മുടെ മൂവി സ്റ്റാറുകളുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ, പിന്നെ ഫോട്ടോഷൂട്ടിന് പറ്റിയതും, അതുപോലെ നമുക്ക് കുട്ടികളൊക്കെ ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അവർക്കൊരു ബോറടിക്കാതിരിക്കാനുള്ള ഇരിക്കാനും. ഇപ്പോൾ അവിടുത്തെ സ്റ്റാഫുകളൊക്കെ ഉണ്ടല്ലേ, നൈറ്റാണെങ്കിലും സ്റ്റാഫുകളും കാര്യങ്ങളും നല്ലൊരു അന്തരീക്ഷമാണ്. എന്താ വെച്ചാൽ നല്ല മൂഡായിട്ട് ഇരിക്കാൻ പറ്റും. അതുപോലെ തന്നെ കണ്ടല്ലേ, ഇടയിൽ അവർ ചെയറൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഇരിക്കാനുള്ള സെറ്റിംഗ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരുപാട് വണ്ടി അപ്പോഴേക്കും പാർക്കിംഗ്, ഒരുപാട് ഏരിയയിൽ പാർക്കിംഗ് ആയി, തിരക്കുണ്ട്. അപ്പോൾ ന്യൂ മൂവീസിൻ്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ അവിടെ അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളങ്ങനെ ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ടിക്കറ്റ് വാങ്ങിച്ചു. നമ്മൾ മൂവി 1 നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ലക്കി സ്റ്റാറാണ്, നമ്മൾ ലക്കി ഭാസ്കർ ആണ് നമ്മൾ പടം മൂവി ബുക്ക് ചെയ്തിരുന്നത്. അപ്പോൾ അങ്ങനെ വന്നിട്ട് അവിടെ വന്ന് ടിക്കറ്റൊക്കെ എടുത്തു. ഇനി നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാം, ടൈം ആവാത്തതുകൊണ്ട് റെസ്റ്റ് ചെയ്യണം. അപ്പോൾ ഞങ്ങളിങ്ങനെ എന്തെങ്കിലുമൊക്കെ ചൊറയൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അതിന് നമുക്ക്
പുതിയ പുതിയ മൂവീസിൻ്റെയൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. പണിയുണ്ട്, അതേപോലെ അങ്ങനെ ഒരുപാട്. അപ്പോഴേക്ക് അത്യാവശ്യം തിരക്ക് വന്നു തുടങ്ങി. കാരണം മൂവി നമ്മൾ കുറച്ച് സമയം നേരത്തെ എത്തിയത് കൊണ്ട്. അപ്പോൾ നമ്മളിതാ ആവിഷ്കാരിലെത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടേക്ക് സിനിമ കണ്ടുണ്ട്. അപ്പോൾ പുതിയ പുതിയ സിനിമകളൊക്കെ വരുന്നുണ്ട്. നമ്മുടെ ബാക്കിൽ കാണുന്നത് വന്നിട്ട് ഇതാ നമ്മുടെ സൂര്യയുടെ ഒരു പടമുണ്ട്, പിന്നെ പുഷ്പയുണ്ട്, ഷാമ്പു ഇട്ടിട്ടുണ്ട്. അപ്പോൾ ട്രെയിൻ മണ്ണിലേക്ക് അപ്പോൾ പോവാം. അപ്പോൾ നമ്മൾ കയറണം. ഓക്കെ, ഇത് അപ്പോൾ അങ്ങനെ നമ്മൾ ടിക്കറ്റ് കൊടുത്തു, അതിൻ്റെ ബാക്കി തന്നു. ഇനി നമ്മൾ അവിടെ സീറ്റിങ്ങിലേക്ക് ഇരിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അടിപൊളി സീറ്റിങ് കാര്യങ്ങളൊക്കെയാണ്. സ്ക്രീനിൻ്റെ തൊട്ട് സൈഡിൽ കൂടെ പോയിട്ട് അല്ലേ തിരക്ക് വരണേ ഉള്ളൂ. അപ്പോൾ വരുന്നതിൻ്റെ മുമ്പ് നമ്മൾ ആദ്യം തന്നെ കയറിയിരുന്ന നമുക്ക് ഇങ്ങനെ വീഡിയോ എടുക്കാമെന്നുള്ളൊരു സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ആദ്യം പോയത്. അപ്പോൾ ലൈറ്റ് കണ്ടില്ല, അടിപൊളി ഡിസ്പ്ലേ ഒക്കെ കൊടുത്തിട്ട് അടിപൊളി എ സിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അടിച്ച് പൊളിച്ച് ഇരിക്കാൻ പറ്റുന്ന സീറ്റും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഉള്ളിലെത്തി. മൂവി കാണാൻ തിരക്ക് തുടങ്ങുന്നേ ഉള്ളൂ. നമ്മൾ ആദ്യം വന്നതുകൊണ്ട് ഉള്ളിൽ കയറി ഇരുന്നു. ഇരിക്കുമ്പോൾ പിന്നെ ബാക്കിൽ കണ്ടില്ലേ അങ്ങനെ ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കാനുള്ള ഒരു സെറ്റപ്പ് തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞങ്ങൾക്ക് മൂവിയൊക്കെ കണ്ടിട്ട് വരാം. നിങ്ങൾ കുറച്ച് റെസ്റ്റ് ചെയ്യും. ഓക്കെ. You better watch out if you ain't got enemies above the head of full prophecy. To be the greatest beast the world has ever seen. I feed him every day like the bones clean. I feed him all the hate and he grows me. And he gets caused real big, pissed off quick. And if you cross him, you might drop dead. Metaphorically, of course, settling the score. Never getting bored, lots of blood and gold. Always wanting more, freedom from the source. They don't really listen until they feel like worth the party. And if you start shit, you be hard lived in the darkness. Torn apart quick, you let scars rip. You be chewed up and discarded. And this world ain't right, won't accept it. Negative energy, I expect it. Once it's in your mind, it's infectious. So fight for your life and reject it. You better give me space, I'm protective. My adrenaline spikes when I'm threatened. And if you stay in my way, I'm aggressive. Cause when there's no exit, I'll kill when I'm desperate. When there's no exit, I'll kill when
energy I expected. Once it's in your mind, it's infectious. So fight for your life and reject it. You better give me space, I'm protected. My adrenaline spikes when I'm threatened. And if you stay in my way, I'm aggressive. Cause when there's no exit, I'll kill when I'm desperate. When there's no exit, I'll kill.